ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്ന് പറഞ്ഞ ഡസ് മൈ ബ്രദർ നോസ് മീ ബെറ്റർ. അപ്പൊ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 എന്തായിരിക്കും? നീ എന്റെ അടുത്ത് ചോദിക്കും, അവൻ എന്റെ അടുത്ത് പാർട്ട് 2 ചോദിക്കും. ഇപ്പൊ ഞാൻ അവന്റെ അടുത്ത് കുറച്ച് എന്താ പറയാൻ വാക്ക് പറയാ പോസ്റ്റോസില് ഗാംഭീര്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ ആ ഇതല്ല എന്ന് പറയുന്നില്ല. അതും അറിയണം നമ്മൾ നോക്കണമല്ലോ ബേസിക് ആയിട്ടുള്ള. പക്ഷേ ഇച്ചിരി എന്താ പറയാ, ഇച്ചിരി ഞാൻ നല്ല ചിന്തിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. So let's get into the challenge. So എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോയ്സ് മൈ സെലിബ്രിറ്റി പ്ലേസ്. അല്ലെങ്കിൽ ഈ ചോദ്യം ആർക്കെങ്കിലും ഫസ്റ്റ് തോന്നോ? നമുക്ക് നോക്കി ഇവന്റെ ഞാൻ കണ്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. സെലിബ്രിറ്റി ക്വസ്റ്റ്യൻ അർത്ഥം പറ. സെലിബ്രിറ്റി ആയിട്ടുള്ള ക്രഷ്. അതെന്തുവാ? സെലിബ്രിറ്റി നായകനായിട്ടുള്ള ക്രഷ്. നായകൻ. ഓക്കെ. സോ അതന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് മൈ സെലിബ്രിറ്റി ക്രഷ്? എനിക്കിങ്ങനെ സെലിബ്രിറ്റീസില് ക്രഷ് ഉള്ള ഇപ്പൊ കറന്റ്ലി എന്താ പറഞ്ഞ മുമ്പ് ഉള്ള ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നൊരു ക്രഷ് ആണ്. ഭയങ്കര ക്രഷ്. എപ്പോഴും വീഡിയോസിലാണ്. ഇപ്പോഴൊരു സ്ഥാനമുണ്ട് കേട്ടോ. വേറെ അപ്പൊ നമ്മളെ സെലിബ്രിറ്റി ഗസ്റ്റ് അലിൻ ജോസ് പെരേര. നടക്കൂല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ കാശ് പറയുന്നത് മാച്ച് ആണോ നോക്കാം. അപ്പം ഇപ്പോഴത്തെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. എന്റെ സെലിബ്രിറ്റി ക്രഷ് ആരെന്ന് പറയാനറിയാം. ഞാൻ എഴുതി കാണിച്ചു. ഓക്കെ. അലിൻ ജോസ് പെരേരയാണ് ഗൈസ്. അല്ല തന്നെ അല്ല അല്ല പറ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വീഡിയോ വരാൻ വേണ്ടി കാരണമല്ലേ. ആ ഓട്ടാ കണ്ടോ, ആ ചാട്ടാ കണ്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് പറയാം പൃഥ്വിരാജ്. ഇല്ല, പൃഥ്വിരാജിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ സെലിബ്രിറ്റി ക്രഷ് എന്ന് പറഞ്ഞാൽ സന്ദീപാണ്. കണക്കുളത്തില് എനിക്ക് സന്ദിനെ ഭയങ്കര ഇഷ്ടമാണ്. സന്ധി എനിക്ക് വീണ എപ്പോഴും കാണാൻ അറിഞ്ഞുകൂടാ. സന്ധി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്തല്ലേ? അല്ല. ഓ അടുത്തത് മൈ ഫേവറേറ്റ്. അയ്യോ എനിക്ക് ചെയ്യണല്ല പിന്നെ അതല്ല. കിട്ടി എനിക്കിഷ്ടമുള്ള എപ്പോഴും. മൈ ഫേവറേറ്റ് ജങ്ക് ഫുഡ്. എനിക്ക് ജങ്ക് ഫുഡ്സില് ഞാൻ എപ്പോഴും എനിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള എപ്പോഴും ഇരുന്ന് ഞാൻ പറയുന്ന ഒരു ഫുഡ് മസാല ഷവായ. നമ്മളെ കടയിൽ പോകുമ്പോൾ ഇതാണ് പറയുന്നത്. മസാല ഷവായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തെറ്റിച്ച് പറയാൻ അറിയാം, ഞാൻ പറയാത്തതാണ്. അതിങ്ങനെ വായിങ്ങനെ വയ്ക്കുമ്പോ തന്നെ മാർക്ക് വെച്ചാളാ. നീ കണ്ടിട്ട് ഒരു പോയിന്റ് ആയുള്ളൂ. അതാ പറയുന്നത്. ആ ഓക്കെ, ഒരു പോയിന്റ്. അടുത്ത പാർട്ടില് ജയിക്കണാരെന്ന് അറിയണ്ടേ? ഓക്കെ. അടുത്തത് ഇത് ഇച്ചിരി എനിക്ക് തോന്നുന്നില്ല അവൻ പറയുന്നത്. കാരണം ഇതെന്റെ ഉള്ളിന്റെ അകതാരിൽ തോണ്ടിയെടുക്കാനുള്ള സാധനമാണ്. മൈ ഫേവറേറ്റ് ഹെൽത്തി ഫുഡ്. ഓക്കെ, നമ്മുടെ പുട്ടും കറി, ചപ്പാത്തി കറി. അല്ല, ചീരത്തോരൻ. എടാ ഹെൽത്തി ആയിട്ടുള്ള ഫുഡടാ. ഈ മസിലൊക്കെ വരാനുള്ള അടുത്ത ഇതൊക്കെ കളഞ്ഞില്ലെങ്കിൽ പോടാ
ഇത് കളയണം. മൈ കറന്റ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. എന്റെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം മാരീഡൊന്നും ആവാറില്ല. ഇപ്പൊ ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ അല്ലെങ്കിൽ കറന്റ് വൺ സൈഡ് ആയിട്ടൊരു ഇഷ്ടത്തിലാണോ എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? ഞാൻ പറയാം, ലെസ്ബിയനാണ് ലെസ്ബിയൻ സ്റ്റാറ്റസ്. ഞാൻ സ്ട്രെയിറ്റ് ലൈക്ക് തെങ്ങ്. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു വളവുണ്ട്. തെങ്ങല്ല. ലൈക്ക് പെൻസിൽ, ഒരു പെൻസിൽ പോലെ ഞാൻ സ്ട്രെയിറ്റ് വളഞ്ഞ പെൻസിൽ ഇല്ല. ഞാൻ സ്ട്രെയിറ്റ്, ഐ ആം സ്ട്രെയിറ്റ്. കാശി എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ആണോ പൊട്ട? പ്രണയത്തിലാണ്. ആരുമായിട്ട് പോർക്കാം? ഞാൻ സിംഗിൾ ആണ്. അപ്പൊ നിനക്ക് എത്രയായി? ഒരു പോയിന്റ് ആയുള്ളൂ ജങ്ക് ഫുഡിന്. ഇട്ട് തൊട്ട് ഫുള്ള് കറക്റ്റ് ആയിട്ട് പറയാം. ഒരു പോയിന്റിനാണ് മെസ്സേജ്. അടുത്തത് 1 hour later. 2 hours later. 3 hours later. How many best friends I have? എന്ന് പറഞ്ഞാ രണ്ടുപേര്. അല്ല. How many best friends? How many? രണ്ടുപേര്. അല്ല. I I have 7 best friends. Best friends. ചിപ്പിയുടെ ഇഷ്ടവും ദീപിക, സാരംഗി, ശിഫാന. ശുഭാന, പിന്നെ കുഞ്ഞാറ്റെ അടിയാണ്. ഇപ്പോ എന്റെ ക്ലാസ്സിൽ ചെറുക്കന്മാരുടെയൊക്കെ പേര് പറയുന്നത് ഒന്നും കീറിയില്ല. ഓർക്കാം, കീറിയില്ല. പിന്നെ എന്റെ മകൻ മറ്റേ ഷാർക്കിന്റെ പല്ലല്ലേ ഞാൻ കുട്ടിയെന്ന് പറഞ്ഞു. പറ, എനിക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്? 7. ആരൊക്കെ? ഓക്കെ, 7. കണ്ടെങ്കിലും കണ്ടിട്ടാണ് അവർ പറഞ്ഞത്. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ their name, അവരുടെ പേര്. ആരുടെ ഒരു 5 പേരുടെയും പേര് പറ. ചിപ്പി, സാരംഗി, അഞ്ചുപേര്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പറയാം. ചിപ്പി, ദേവിക, അലാൻ. ഇവര് 3 പേരും പട്ടഗേൾസില് തൊട്ടുള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആൻഡ് കറന്റ്ലി I have included 3 more best friends. ദീപിക, ഷിഫാന, ആര്യൻ. പിന്നെ 7ാമത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് രമ്യ. ഇപ്പൊ അവന് 2 പോയിന്റാണ് എനിക്കുള്ളത്. പേരൊന്നും തെളിച്ച് പറഞ്ഞില്ല, ചിപ്പി മാത്രം പറഞ്ഞ്. നിനക്ക് അഡ്ജസ്റ്റ് ദീപികയും ദേവിക അല്ലാണെങ്കിലും പറയായിരുന്നു. കാരണം എന്റെ സ്റ്റോറി കണ്ടിട്ടുള്ളവർക്ക് അത്യാവശ്യം ചോദിക്കാം. എനിക്ക് ആദ്യം ക്വസ്റ്റിനെ പറ്റി പറയട്ടെ. എന്നെ അറിയാന്നുള്ളവർക്കൊക്കെ അറിയാം ഈ കാര്യം. കാരണം ഓൾ മൈ തിങ്സ് അതാണ് ആ ഞാൻ ചായ കുടിച്ചിട്ട് വരാം. പറഞ്ഞ തീരെ What is my favorite color? Favorite color എന്തുവാ? അറിയാം. പറാകാശം. ജയിക്കാൻ സമ്മാനമുണ്ട്. ബ്ലാക്ക്. അപൂർവമായ ഒരു ചാൻസ്. ആരെക്കാണ് അറിവില്ലാത്ത കൊറേ അതുപോലും അറിഞ്ഞൂടാ. ഇത് ഞാൻ എന്തിനാണ് ആഡ് ചെയ്തത്? സംഭവം ഉണ്ട്. അടുത്തായത് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഗസ്. മൈ ഫേവറേറ്റ് ഫുഡ്. ഇങ്ങനെ കയ്യിലെ തൊലി കച്ചിട്ട് എന്റെ ഫേവറേറ്റ് ഫുഡ് പറ. റംസാൻ ഷവായി, ഷവർമ, ബിരിയാണി, മസാല ദോശ.
ആക്ച്വലി ഇവന് 3 പോയിന്റ് ഇപ്പൊ ആയിട്ടുള്ളൂ പൊട്ടാൻ. 15 ഇപ്പൊ 8 ക്വസ്റ്റ്യൻ 8-9 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് അവന് അറിയാൻ ചാൻസ് കുറവാണ്. ഇത് ഇവന് അറിയത്തെ കാണത്തില്ല. എനി 2 സോങ്സ് ഫ്രം മൈ പ്ലേലിസ്റ്റ്. എന്റെ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റില് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 പാട്ട്. அப்படி போடு അപ്പടി പോലില്ല. അപ്പടി പോലില്ല. എന്റെ സ്പോട്ടിഫൈ ഇല്ല ഫോണില്. അല്ലെങ്കിൽ ഐ മോസ്റ്റ്ലി ഹിയർ. ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ട്. ഉള്ളു പാട്ട് കേൾക്കാറില്ല. ഞാൻ കുടിക്കുമ്പോഴോ പാട്ട് കേൾക്കുന്ന കുറച്ച് പാട്ട്. ഏതെങ്കിലും 2 പാട്ട് ഞാൻ എപ്പോഴും പാടുന്ന ഇങ്ങനെ. ഞാനൊരു ഇത് വരാം. ഓക്കെ, ഒരുപാട് പാട്ടുണ്ട്. ദഗാബാസുരെ, തേരനേന, എനക്ക് എനക്ക, പിന്നെ ദഗാബാസുരെ, തേരനേന, ഞാൻ അടിച്ച താങ്കമാട്ട്, ഇത് രണ്ട്. പറയലേ ഓതിപ്പാറ്, വീട് പോയി, ശേര. പറ പറ പറ. ദഗാബാസുരെ, ദഗാബാസുരെ അല്ല, ബാസുരി. അടുത്തത് ഇത് ഇവന് എന്തായാലും അറിയാം. എന്റെ അത്യാവശ്യം മിക്ക കാര്യങ്ങളും വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചാലഞ്ചിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ആൻഡ് സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എനിക്ക് ഏതെങ്കിലും മെയിൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ? ആണുങ്ങള് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ല, കൂട്ടുകാരന്മാരല്ല. ആർക്കും കൂട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുന്നവരാണ്. ഉള്ളിൽ ലിപ്സ്റ്റിക്കാവും. ചക്കര മാത്രമേ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. വിശ്വസിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ബർത്ത്ഡേ എന്നാണെന്ന് അറിയാലോ? എന്നാണ് അങ്ങനെ അപ്പം എന്റെ ഫേവറേറ്റ് ഫുഡ് പറഞ്ഞില്ല, ഫേവറേറ്റ് കളർ പറഞ്ഞില്ല 3 പോയിന്റ്. പിന്നെ മൈ പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് അത് കറക്റ്റ് ആണ് 4 പോയിന്റ്. ഇനി ഞാൻ ഇപ്പൊ എത്രയാണ് പഠിക്കുന്നത്? എന്റെ ബർത്ത്ഡേ അറിയാലോ? എന്നാണ് ഏപ്രിൽ ഞാൻ ജനിച്ച വർഷം 2019. 2019 അല്ല 1989. 2019 ജനിച്ച എനിക്ക് 6 വയസ്സേ വരത്തുള്ളൂ. 2089 ജനിച്ച 37 വയസ്സാവും. അടുത്തത് അനിക്കോ തിരിച്ചേ. ഞാൻ എത്രയാണ് പഠിക്കുന്ന? +1. ഞാൻ ബാച്ച് എടുത്ത ഹ്യൂമാനിറ്റീസ്. എന്റെ ഡിവിഷൻ പഠിക്കാറുണ്ടോ? ഡിവിഷൻ ഹിന്ദി. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. ഡിവിഷൻ ബി. എ ആണ്. അരമാർക്ക്. പക്ഷെ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണെന്ന് ഞാൻ അറിയാം. എന്റെ ക്വസ്റ്റ്യനില് ഇതിന്റെ ബുക്കും ഗൈസ്. അടുത്തത് അത് ഇത്ര മതി. മൈ ബെഞ്ചിമേറ്റ്. ദീപിക. കണ്ട് ടൈപ്പ് സാരംഗ്. കൊച്ചിലൂടെ ഉണ്ട്. പക്ഷെ എന്റെ ബെഞ്ചിന്റെ അടുത്ത് പോലും ഏറ്റവും ദീപിക. അടുത്തത് അനന്തിത. എന്റെ 7ാം ക്ലാസ്. അനാമിക. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അയോണ. അമൃത. ആരാണ്ടോ. Last question, and this is a best question. അപ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്റെ ബാഡ് ഹാബിറ്റ്, എനിക്കുള്ള ഒരു ഖുഷിയുടെ
നീ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യത്തില്ല. Yes, guys, അതിന് വേണ്ടി കുറച്ച് മാർക്ക് കൊടുക്കാം. മടിയാണ് എന്റെ കറക്റ്റ് ആണ് മടി. Guys, അങ്ങനെ നമ്മളെ എനിക്ക് തന്നെ അറിയാം. 5 പോയിന്റിന്റെ ആറ്. നമ്മളങ്ങനെ ഞാൻ പറഞ്ഞുതരാം. 6 കറക്റ്റ് ആക്കി ആൻഡ് എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കറക്റ്റ് ആക്കി, ബെസ്റ്റ് ഫ്രണ്ട്സ് കറക്റ്റ് ആക്കി, എന്റെ ക്ലാസ് ഡിവിഷൻ സെറ്റ് ചെയ്തു, എന്റെ ഫേവറേറ്റ് കളർ കറക്റ്റ് ആക്കി, എനിക്ക് മെയിൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ അത് കറക്റ്റ് ചെയ്തു, എന്റെ ബെഞ്ച് മേറ്റ് കറക്റ്റ് ചെയ്തു, എന്റെ ബാഡ് ഹാബിറ്റ് കറക്റ്റ് ചെയ്തു. അപ്പൊ 7 പോയിന്റ് ഉണ്ട്. 15 7 പോയിന്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, നിനക്കെന്നെ ഒരു പകുതി അറിയാം. പകുതി എനിക്ക് ഫുള്ളും അറിയാം. അവിടെ കുട്ടിയാണ് ശരി, സന്ദീപ് ആണെന്നുള്ള കാര്യം അറിയാം, ചിപ്പി ആണെന്നുള്ള കാര്യം അറിയാം, അലാനാണെന്നറിയാം, ദേവി ആണെന്നറിയാം, എല്ലാരും അറിയാം. എന്റെ കൂട്ടുകാരി 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 ഷിഫാനെ കഴിക്കാനിരിക്കും. എന്റെ അനിയൻ തന്നെ ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മള് എന്റെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണ്. Guys, നമുക്കിത് സെക്കൻഡ് പാർട്ട് ആയിട്ടിടാം. അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ഇൻട്രോ എടുക്കാം. കുറച്ച് പൊക്കി വെക്കാണോ നല്ല താങ്ങുന്നത്. സ്റ്റാൻഡ്